സൂപ്പർ ആയിട്ടുണ്ട് ട്ടോ. നല്ല എരിവും പുളിയും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത്തിരി ഉപ്പൊന്ന് കൂടി പോയാണ്ടല്ലോ പണി പാളും ട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ അടിപൊളി ഉണക്കസ്രാവിന്റെ മുളക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സ്രാവില് ഉപ്പൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഇതാ മുറിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കൂടെ ഞാൻ കുറച്ച് പേപ്പറും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്രാവില് ഉപ്പെല്ലാം പേപ്പറിലേക്ക് പിടിച്ചിട്ട് ഉപ്പ് ഒന്ന് വേഗം കുറഞ്ഞു കിട്ടിക്കോളും. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ ഇതാ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇവിടെ ഒന്നും കടുക് പൊട്ടിക്കാറില്ല കേട്ടോ. മീൻകറി ഉണ്ടാക്കുമ്പോൾ ഉലുവയാണ് പൊട്ടിക്കുന്നത്. ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു 5 ചെറിയ ഉള്ളി, 5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അത് എരിവുള്ളതാണ്, നല്ല കളറുള്ളതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റുക മീൻസ് ഒന്ന് എന്താ പറയുക മൂപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒരു 2 തിരിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ. പിന്നെ ഉണക്കമീൻ്റെ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് തിളച്ച് വരുമ്പോൾ ഞങ്ങളിവിടെ കുടംപുളി ഉപയോഗിക്കാറില്ല കേട്ടോ. കുടംപുളി വലിയൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വാളംപുളി പിഴിഞ്ഞിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച സ്രാവ് ഇട്ട് കൊടുക്കുക. സ്രാവ് ഇങ്ങനെ അധികം തോലില്ലാത്ത സ്രാവായിരുന്നു, നല്ല ദശം കട്ടിയുള്ള സ്രാവാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ നെയ്യിലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്താൽ മാത്രം മതി. അത്യാവശ്യം ഒരു വെള്ളത്തോടു കൂടി ആവുമ്പോൾ നെയ്യ് ഓഫ് ചെയ്യും. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക. ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തുറക്കുമ്പോഴല്ലോ നല്ല അടിപൊളിയായിട്ട് കുറുക്കി പാകത്തിൽ കുത്തിയിരിക്കുന്നുണ്ടാവും നമ്മുടെ സ്രാവ്. അപ്പോൾ ഇതാ നമ്മുടെ ഉണക്ക സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ഈ രീതിക്കാട്ടോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നല്ല ടേസ്റ്റ് ആട്ടോ. അവിടെ വെള്ളച്ചോർക്ക് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.